പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഇനി കൃത്യം 38-ാം നാൾ. അതെ, 38-ാം നാൾ അംഗം. അപ്പോൾ പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ വന്നു. പാലക്കാട്ട് അഞ്ചുവിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഒരു റോഡ് ഷോ നടത്തി. ആ അഞ്ചുവിളക്കിന് ഒരു ചരിത്രമുണ്ട്. അത് എന്താണ്, വംശവെറിയുടെ ഇരയായി ജീവിതമൊടുക്കിയ ഒരു പഴയ ദേശാഭിമാനിയുടെ ഒരു ചരിത്രം കൂടിയുണ്ട്. അത് ഹാഷ്മിക്ക് അറിയോ ആ ചരിത്രം? സായി ആത്മാഭിമാനം ചോദ്യം ചെയ്തു, ജീവിതം കൊണ്ട് അതാണ്. അതിന്റെ ഭാഗമായി അവിടെ അന്ന് നാട്ടുകാര് ഒരു വിളക്ക് സ്ഥാപിച്ചു. അത് മണ്ണെണ്ണയിൽ കത്തുന്ന വിളക്കായിരുന്നു. അത് ബ്രിട്ടീഷ് സൈന്യം അല്ലെങ്കിൽ പട്ടാളം അത് തകർത്തു. വലിയ പ്രക്ഷോഭമുണ്ടായി. അവസാനം ബ്രിട്ടീഷ് സർക്കാരിന് തന്നെ അതെ അവസാനം ഒരു വിളക്ക് അവിടെ ഉണ്ടാക്കേണ്ടി വന്നു. അതാണ് അഞ്ചു വിളക്ക്. അപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായ ആത്മാഭിമാനത്തിന്റെ ഭാഗമായ അഞ്ചു വിളക്ക് എന്നത് അവിടെ ഇപ്പോഴും ഉണ്ട്. അവിടെ നിന്നാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ എല്ലാ പ്രധാന പരിപാടികളും തുടങ്ങുന്നത്. അത് പ്രധാനമന്ത്രി ഒരു റോഡ് ഷോ, ഒരു ചെറുതാണെങ്കിലും ഒരു ചെറിയ എന്ന് വെച്ചാൽ ദൂരം കുറഞ്ഞ ഒരു റോഡ് ഷോ അവിടെ നിന്ന് തുടങ്ങിയിരുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ വെല്ലു ചെട്ടിയാർ വന്നു. ഒരു മീറ്റിംഗിൽ ബ്രിട്ടീഷ് കളക്ടർ ഷെയ്ക്കാൻ കൊടുത്തു. പെട്ടെന്ന് ആ കളക്ടർ കൈ കഴുകി. ഇതിൽ ഭയങ്കരമായിട്ട് ശുഭിതനായി അദ്ദേഹത്തെ വേദിയിൽ അപമാനിച്ചു. സ്വാഭാവിക ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് തോന്നി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതാണ് അപ്പൊ അവിടെ നിന്നാണ് അഞ്ചു വിളക്ക്. അപ്പൊ ഇനി ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ പോയാൽ ഇന്നിപ്പോ CAA-ക്കെതിരായ സ്റ്റേ വേണം, അല്ലെങ്കിൽ ആ നിയമത്തിൽ സ്റ്റേ വേണമെന്ന ഹർജി സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. സ്റ്റേ ഉണ്ടാവുന്നില്ല. കേന്ദ്രത്തോട് പക്ഷേ വിശദീകരണം തേടുന്നുണ്ട്. പിന്നീട് ബീഹാറിലേക്ക് പോയാൽ അവിടെ NDA-യിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. അവിടെ സീറ്റ് വിഭജനം കല്ലുകടി. JDU-വിന് ഒരു സീറ്റ് കുറയുന്നു. BJP വലിയേട്ടനാവുന്നു എന്ന ആരോപണം അവിടെ ഉയരുന്നു. മാത്രമല്ല അവിടുത്തെ ഒരു സഖ്യകക്ഷിയുടെ നേതാവ് പശുപതി പരസ് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് സീറ്റ് കിട്ടാത്തുള്ള പ്രതിഷേധം അറിയിക്കുന്നു. അങ്ങനെ സംഭവബഹുലമാണ് ദേശീയ രാഷ്ട്രീയത്തിലെയും സംസ്ഥാന രാഷ്ട്രീയത്തിലെയും ഈ ദിവസങ്ങൾ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ഇലക്ഷൻ സ്റ്റണ്ട്. അപ്പൊ ഇന്നത്തെ ചൂടും ചൂരും എവിടെയാണ്? പാലക്കാട്ടാണ്. ഇലക്ഷൻ ഹോട്ട്. അങ്ങനെ പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി വാക്കുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നുവെങ്കിൽ ഇവിടെ പാലക്കാട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ റോഡ് ഷോ എന്ന് വെച്ചാൽ ദൂരം കുറഞ്ഞ ഒരു റോഡ് ഷോ. ആ റോഡ് ഷോയിൽ പങ്കെടുത്ത ജനാവലിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി തുടങ്ങി. പക്ഷെ അവിടെയും ഒരു കല്ലുകടി ഉണ്ടായിട്ടുണ്ട്. അതും ഈ വാർത്താ ദിനത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി അബ്ദുസ്സലാം പ്രധാനമന്ത്രിയുടെ പരിപാടിയിലേക്ക് വന്നു. പക്ഷേ വേദിയിൽ ഇടം കിട്ടിയില്ല. അബ്ദുസ്സലാം പറഞ്ഞു, എനിക്ക് പ്രശ്നങ്ങളൊന്നും പരാതികളില്ല, പരിഭവങ്ങളില്ല, ഒന്ന് വരിക, പ്രധാനമന്ത്രിയെ കാണുക, ഒരു ചിത്രം എടുക്കുക, മടങ്ങുക എന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ വിശദീകരിച്ചെങ്കിലും അതങ്ങനെ അത്ര നല്ല വിശദീകരണം തോന്നുന്നില്ല. മാത്രമല്ല സ്വാഭാവികമായും ഇലക്ഷൻ ദിവസങ്ങളാണ്. പ്രതിപക്ഷം അത് ഏറ്റെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ആ വിവാദവും കല്ലുകടിയും ഒക്കെ കൊണ്ട് അതങ്ങനെ ഒരു രാഷ്ട്രീയ ദിവസം കൂടിയായി ഇന്ന് പാലക്കാട്. അതാണ് ഇന്നത്തെ ഇലക്ഷൻ ഹോട്ടിലെ പ്രധാന റിപ്പോർട്ട്. അത് കാണാം ആദ്യം. BJPക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച മോദിയുടെ 2 മാസത്തിനിടയിലെ 5ാം വരവ്. മോദി പ്രഭാവം വോട്ടായി മാറുമോ? ശോഭ കെടുത്തിയോ സന്ദർശനത്തിലെ വിവാദങ്ങൾ? ഒരു വശത്ത് പാലക്കാട് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, മറുവശത്ത് പൊന്നാനി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, പിന്നിൽ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഒപ്പമുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന ആൾ മാത്രം വാഹനത്തിലില്ല. അത് മലപ്പുറം സ്ഥാനാർത്ഥിയായ കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ M. അബ്ദുൽ സലാമാണ്. SPG ലിസ്റ്റിൽ പേരില്ലാത്തതിനാൽ അബ്ദുൽ സലാമിന് റോഡ് ഷോയിൽ പങ്കെടുക്കാനായില്ല. പ്രധാനമന്ത്രിക്കൊപ്പം ചിത്രങ്ങളെടുക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിന് അവസരം ലഭിച്ചില്ലെന്ന് അബ്ദുൽ സലാം. ഞാൻ പോയത് മോഡിജി അടുത്ത് വരുന്നുണ്ട്, മോഡിജിയെ കാണണം, ഗ്രീറ്റ് ചെയ്യണം, പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം, പറ്റുമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തണം, അത്രയും മാത്രമേ ഉള്ളായിരുന്നു. അത് ഭംഗിയായിട്ടാണ്. എനിക്ക് നല്ല പ്രൈം മിനിസ്റ്റർ കുട്ടിലൊക്കെ കിട്ടി. അത്ര സ്റ്റോറീസ്. സ്ഥാനാർത്ഥി മലപ്പുറത്തേക്ക് മടങ്ങി. സംഭവം വിവാദമാക്കേണ്ടതില്ല എന്നാണ് M. അബ്ദുൽ സലാം പറയുന്നത്. K. സുരേന്ദ്രനും സ്ഥാനാർത്ഥിയെ വിളിച്ച് കാര്യമന്വേഷിച്ചു. മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിയത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേര് പറഞ്ഞ് പരീക്ഷയുള്ള കുട്ടികൾ പോലും മണിക്കൂറുകൾക്ക് മുൻപ് സ്കൂളിലെത്താൻ നിർബന്ധിതരായെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം. ഇപ്പോൾ ഈ PMG സ്കൂളിലേക്ക് പഠിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി, മോഹൻ സ്കൂളിലേക്ക് പഠിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി, BM സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി, നൂറണി പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഇങ്ങോട്ടേക്ക് കടക്കാനേ കഴിയുന്നില്ലല്ലോ.
7 മണിക്ക് ശേഷം കംപ്ലീറ്റ് ക്ലോസ് ആണ്. എത്ര ബുദ്ധിമുട്ടാണ് ഇന്ന് രക്ഷിതാക്കളും കുട്ടികളും സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. മണ്ഡലത്തിൽ മോദി ഷോ പ്രവർത്തകർക്കും നേതാക്കൾക്കും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വീണ്ടും പ്രധാനമന്ത്രിയെ പ്രചാരണത്തിനെത്തിച്ച് ഓളം നിലനിർത്താനാണ് നേതൃത്വത്തിന്റെ ശ്രമം. പാലക്കാട് തന്നെ മോദിയുടെ പൊതുപരിപാടി, തൃശൂരിൽ റോഡ് ഷോ. അങ്ങനെ A+ മണ്ഡലത്തിൽ വിജയമുറപ്പിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുകയാണ് BJP നേതൃത്വം. മോദി പ്രഭാവം വോട്ടായി മാറുമോ എന്ന് കണ്ടു തന്നെ അറിയണം. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. ഈ സലാം വിഷയത്തിൽ കേവലം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ സലാം അപമാനിതനായി, മതന്യൂനപക്ഷമുള്ള സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കുന്നത് സ്വാഭാവികമല്ല. പ്രചാരണ കാര്യത്തിലും അതിൽ വിമർശനം നേരിടേണ്ടി വരുമെന്നതിലും സംശയമൊന്നുമില്ല. എന്ത് കാരണമാണെങ്കിലും അത് ഒഴിവാക്കേണ്ടതായിരുന്നു. സംസ്ഥാന നേതൃത്വം അതിൽ നൽകുന്ന വിശദീകരണമൊക്കെ അത്ര തൃപ്തികരമാകുമോ, രാഷ്ട്രീയമായി തൃപ്തികരമാകുമോ എന്ന ചോദ്യം ഉയരുന്നു. സലാം പറയാണ് വണ്ടിക്ക് ഫുൾ കപ്പാസിറ്റി ആയിരുന്നു, അങ്ങനെ നിരാശ പ്രകടമാണ്. മാത്രമല്ല ഇത്രയും നേരം വെയിലത്ത് കാത്തുന്ന ആരും അദ്ദേഹം പറയുന്നുണ്ട്. അതിനിടയിൽ കേൾക്കുന്നത് പ്രധാനമന്ത്രി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് കേരളത്തിലേക്ക് വരാനിരിക്കുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരും അദ്ദേഹത്തിന്റെ പരിപാടികൾക്ക് BJP സംസ്ഥാന ഘടകം അങ്ങനെ അങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട് എന്നത് പരിഗണിച്ചേക്കുമെന്ന വിവരം കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. നമ്മളിനി പോകുന്നത് മണ്ഡല പരിചയത്തിലേക്കാണ്, പൊന്നാണ്യത്തിന്റെ നാടായ പൊന്നാനിയിലേക്ക്. അപ്പോൾ അറബിക്കടലിന്റെ സൗന്ദര്യത്തിൽ അങ്ങനെ പൊന്നായി നിൽക്കുന്ന നാടാണ് പൊന്നാനി. അത് ലീഗിന്റെ ഒരു പൊന്നാപുരം കോട്ട എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. എന്താണ് കോട്ട, നേരത്തെ കാലത്ത് കോട്ട അല്ലാതിരുന്ന ചരിത്രമൊക്കെ പൊന്നാനിക്ക് പറയാനുണ്ട്. മാത്രമല്ല സാംസ്കാരികമായി തുറമുഖ നഗരം, പുറം നാടുകളുമായി ബന്ധം, അങ്ങനെ സംസ്കാരത്തിന്റെ എന്താണ് പാരമ്പര്യ തനിമയുടെയും പൈതൃകത്തിന്റെയും ഒക്കെ വലിയ കഥകൾ പറയാനുള്ള നാട് കൂടിയാണ് പൊന്നാനി. ഒരു പ്രത്യേകതയുള്ളത് 53 വർഷത്തിന് ശേഷം CPM പാർട്ടി ചിഹ്നത്തിൽ അവിടെ മത്സരിക്കുന്നു എന്ന വലിയ രാഷ്ട്രീയ പ്രത്യേകത കൂടി ഇത്തവണ പൊന്നാനിക്കുണ്ട്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കന്ത് കാര്യമെന്ന് പറയുന്ന പോലെയാണ് പൊന്നാനിയുടെ രാഷ്ട്രീയം. 1977 മുതൽ ലീഗ് MP അല്ലാതെ മറ്റാരെയും പൊന്നാനിക്കാർ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല. പക്ഷേ EK ഇമ്പിച്ചി ബാവ, CK ചക്രപാണി, MK കൃഷ്ണൻ എന്നീ കമ്മ്യൂണിസ്റ്റുകാരെ കൂടി ജയിപ്പിച്ചു വിട്ട മണ്ണാണിത്. പിന്നീട് ഏറ്റവും കൂടുതൽ CPM സ്വതന്ത്രരെ പരീക്ഷിച്ച മണ്ണുകൂടിയാണിത്. പൊന്നാനിയുടെ ചെങ്കൊടി നഷ്ടപ്പെടാൻ പാർട്ടിക്കുള്ളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും കാരണമായി. 1977 നടന്ന തിരഞ്ഞെടുപ്പിൽ ബോംബെക്കാരൻ GM ബനാത്വാലയെത്തി ലീഗിൻ്റെ പച്ചക്കൊടി പൊന്നാനിയുടെ ഹൃദയത്തിൽ നാട്ടി. നിറം മങ്ങിയ ചെങ്കൊടി പിന്നീട് ഇതുവരെ പൊന്നാനി കണ്ടിട്ടില്ല. ആ സ്വതന്ത്ര പരീക്ഷണത്തിലേക്ക് 2009 ഹുസൈൻ രണ്ടത്താണിയും 2014 അബ്ദുറഹ്മാനും 2019 PV അൻവറുമെത്തി. പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെട്ടു. ET മുഹമ്മദ് ബഷീറിനൊപ്പം പൊന്നാനി പൊന്നായി നിന്നു. തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടക്കൽ, തവനൂർ, പൊന്നാനി നിയോജക മണ്ഡലങ്ങളും പാലക്കാട്ടെ തൃത്താലയും അടങ്ങിയതാണ് ലോക്സഭാ മണ്ഡലം. ഫാറൂഖ് കോളേജിന്റെ തിരുമുറ്റത്ത് നിന്ന് അബ്ദുൾ സമദ് സമദാനി എന്ന പ്രീ ഡിഗ്രി വിദ്യാർത്ഥി ശബ്ദമിടറാതെ പ്രാസംഗികനായി മാറിയത് രാഷ്ട്രീയത്തിലും ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു മതേതര സർക്കാർ വന്നിട്ട് രാജ്യത്തിൻ്റെ പഴയ പാരമ്പര്യം വീണ്ടെടുക്കണം. അതിന് ആർക്ക് കഴിയുന്നുള്ള ചോദ്യമാണ്. അത് എല്ലാവർക്കും രാഷ്ട്രീയത്തിൻ്റെ പ്രാഥമിക പാഠമറിയുന്ന കൊച്ചു കുട്ടികൾക്കറിയാം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അലയൻസ്, കോൺഗ്രസ് അത് അധികാരത്തിൽ വരണം. രാഹുൽ ഗാന്ധിയിലാണ് ഇന്ത്യയുടെ പ്രത്യാശ, വേറൊരാളില്ല. പരീക്ഷണശാലയിലേക്ക് പാർട്ടി ചിഹ്നവുമായി KS ഹംസ വരുമ്പോൾ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി പൊന്നാനിയും മാറി. 53 വർഷത്തിനു ശേഷമാണ് അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നം പൊന്നാനിയിൽ എത്തുന്നത്. തോൽവി ഭയന്നാണ് ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്നും മാറിയത് എന്നാണ് CPIM ആരോപണം. താനൂർ, തവനൂർ, പൊന്നാനി, തൃത്താല മണ്ഡലങ്ങളിൽ ഇടത് MLA-മാരാണ്. ഇതിൽ താനൂരും തൃത്താലയും മന്ത്രിമാരുടെ മണ്ഡലങ്ങളാണ്. എന്തുമാത്രം സ്നേഹമാണെന്നോ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും വലിയ സ്വീകരണം തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും നല്ല തിരയിളക്കമുണ്ട്. ഇടതുപക്ഷം ഇത്തവണ പൊന്നാനി മാറ്റിയെടുക്കും. KS ഹംസയ്ക്കും സമദാനിക്കും മുസ്ലിം സംഘടനകളുമായി അടുത്ത ബന്ധമാണ്. AP സംസ്ഥയുടെ പിന്തുണ ഇത്തവണ KS ഹംസയ്ക്ക് ലഭിക്കുമെന്നതാണ് ഒരു പ്രചാരണം. എന്നാൽ EK സുന്നി വോട്ടുകൾ ഹംസയ്ക്കൊപ്പമെന്ന പ്രചാരണത്തെ തള്ളുകയാണ് സമദാനി. വോട്ടിംഗ് മെഷീനിൽ സമസ്ത വോട്ടുകൾ ഭിന്നിച്ചാൽ പൊന്നാനി ഫലത്തിലും അത് തെളിയും. VT രമയെ നിർത്തി 1 ലക്ഷത്തിലധികം വോട്ടുകളാണ്
കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ BJP സ്വന്തമാക്കിയത്. 2016 ഗുരുവായൂരിൽ മത്സരിക്കുകയും 2021 പത്രിക തള്ളപ്പെടുകയും ചെയ്ത നിവേദിത സുബ്രഹ്മണ്യനാണ് പൊന്നാനിയിലെ BJP സ്ഥാനാർത്ഥി. മാതാവും മകളും മഹിളാ മോർച്ച നേതാവായ ചരിത്രവുമുണ്ട്. നിവേദിതയുടെ മാതാവ് രാധാ ബാലകൃഷ്ണൻ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായിരുന്നു. ജനങ്ങൾക്ക് മോദിയിലുള്ള വിശ്വാസം, മോദിയുടെ ഗ്യാരണ്ടിയിലുള്ള വിശ്വാസം വളരെ ശക്തമായിട്ട് തന്നെ ഈ മണ്ഡലത്തിലുമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ പ്രചരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പേർഷ്യൻ പൊന്നാണ്യം ഇന്ത്യയിലേക്ക് വന്നത് പൊന്നാനി കടപ്പുറം വഴിയാണ് എന്നാണ് ചരിത്രം. അങ്ങനെ പൊന്നാണ്യത്തിൻ്റെ നാട് പൊന്നാനിയായി എന്ന് വിശ്വസിക്കുന്നവരാണ് സ്ഥലനാമ ചരിത്രകാരന്മാർ ഏറെയും. ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ പൊന്നാനകളെ നടയ്ക്ക് വെച്ചതും കുഞ്ഞാലിമരക്കാർ വാണതും ഈ മണ്ണിലാണ്. ആര് വാണാലും അവർക്കായി പൊന്നാനിക്കാർ ഒരു പൊൻപതകം കരുതി വച്ചിട്ടുണ്ട്. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. ലീഗിന്റെ വലിയ നേതാവായിരുന്ന KS ഹംസ ലീഗ് വിടാനുള്ള കാരണങ്ങൾ പ്രധാനം എന്താണ്? മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി CPM-നോട് വിമർശനം എന്താണ്, അത് മൂർച്ച പോരാ എന്ന് പറഞ്ഞ് അവിടെ വിട്ടിറങ്ങിയാണ് പാർട്ടി ചെന്ന് മത്സരിക്കുന്നത്. പിന്നെ രാഷ്ട്രീയമാണ്, അത് അവസരങ്ങളുടെ കലയാണ് എന്ന് പറയണം. എന്ന് പറയാം. മാത്രമല്ല ഇപ്പം അന്ന് ഈ KS ഹംസ പണ്ട് നടത്തിയ പ്രശ്നങ്ങൾ അവിടെ ചില രാഷ്ട്രീയ വാട്സാപ്പ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ അതിൽ ഒന്ന് കേട്ട ഇങ്ങനെ പറയുന്നത്, അതായത് ഭരണസിരാ കേന്ദ്രത്തെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രമാക്കിയ പിണറായിയെ കുഞ്ചിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള സമരമാണ് എന്നൊക്കെ ആഞ്ഞടിക്കുന്നുണ്ട് ഹംസ. എന്താവും എന്തോ അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കാണാതിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് അടുത്ത സെഗ്മെന്റിലേക്കാണ്. നാട്ടിൻപുറത്ത് പറയാറില്ലേ, നമ്മൾ മൂർച്ചയുള്ള കത്തി കൊണ്ട് വെട്ടിയില്ലെങ്കിൽ അത് മുറിയില്ല, ഇങ്ങനെ ചതഞ്ഞിരിക്കും. അത്തരം ചില കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. വെട്ടൊന്ന് തുണ്ടം 2. അപ്പോൾ ഈ വാവിട്ട വാക്കുകൾ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാവുന്നതൊക്കെ നമ്മൾ എല്ലാ കാലവും കാണുന്നുണ്ട്. സംസ്ഥാന തലത്തിലാവട്ടെ ദേശീയ തലത്തിലാവട്ടെ വല്ലാത്ത രീതിയിലൊക്കെ വല്ലാത്ത മാനത്തിലൊക്കെ പ്രചരണം പോകുന്നതും ഒരു ഇലക്ഷന്റെ ഗതിയെ തന്നെ വേണമെങ്കിൽ മാറ്റുന്ന പല വാക്കുകൾ നമ്മൾ ദേശീയ തലത്തിൽ കണ്ടതാണ്. അപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ പിണറായി വിജയന്റെ പരനാറി പ്രയോഗം ഒക്കെ നമ്മൾ ആ പട്ടികയിൽപ്പെടുത്തിയ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ചില വാക്കുകളാണ്. ഇക്കുറിയും മാറ്റമില്ല, വാവിട്ട വാക്കുകളുടെ ഒരു ഘോഷയാത്ര. വേണമെങ്കിൽ ചുരുക്കി ഇങ്ങനെ പറയാം, MM മണിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇടുക്കി തൂക്കുപാലത്ത് അനീഷ് രാജൻ രക്തസാക്ഷി അനുസ്മരണ ചടങ്ങിലായിരുന്നു MM മണിയുടെ വിവാദ പരാമർശം. ഇരയായത് ഇടുക്കി UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. നാടൻ പ്രയോഗം എന്ന പേരിൽ MM മണി പറയുന്ന അസഭ്യം കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ട അവസ്ഥയാണെന്നായിരുന്നു ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. 1, 2, 3 പ്രസംഗമടക്കം നാവ് ചതിച്ചതിന്റെ പേരിൽ ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് MM മണിക്ക്. തിരുത്തലും മാപ്പ് പറച്ചിലും മണിയാശാന് പുത്തരിയല്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിയായ NK പ്രേമചന്ദ്രനെതിരെ പിണറായി വിജയൻ നടത്തിയ പരാമർശം തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. RSP LDF പാളയം വിട്ടതിന്റെ അമർഷം NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചാണ് പിണറായി വിജയൻ തീർത്തത്. ഒരു പൊതു പ്രചരണത്തിൽ പാലിക്കുന്ന ഒരു മര്യാദയുണ്ട്. അത് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന് ഫലം വന്നപ്പോൾ മന്ത്രിയായിരുന്ന MA ബേബിക്കുണ്ടായത് വൻ വീഴ്ച. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാട്ടുപാടി വോട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ LDF കൺവീനറായിരുന്ന A വിജയരാഘവൻ നടത്തിയ പരാമർശം വിവാദമായി. ഇടതുകോട്ടയിൽ രമ്യ ഹരിദാസ് വിജയിച്ചു കയറിയത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ. എതിർപ്പാളയത്തിലായിരുന്ന ലതിക സുഭാഷിനും സിന്ധു ജോയ്ക്കുമെതിരെ VS അച്യുതാനന്ദൻ നടത്തിയ പരാമർശങ്ങളും ഏറെ വിമർശിക്കപ്പെട്ടു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് ഷാനിമോൾ ഉസ്മാനെതിരെ G സുധാകരൻ പൂതന പരാമർശം നടത്തിയത്. അട്ടപ്പാടിയെ സൊമാലിയയുമായി ഉപമിച്ച് നരേന്ദ്രമോദി നടത്തിയ പരാമർശവും വിവാദമായിരുന്നു. ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയ്ക്കെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ കോവിഡ് റാണി അടക്കമുള്ള പ്രയോഗങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജാതി സൂചിപ്പിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ നിരന്തരം നടത്തിയിരുന്ന അധിക്ഷേപ പരാമർശങ്ങളും രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്ക് 24. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാർത്ത വായിക്കുമ്പോഴേ
തെറ്റ് വരല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച് തുടങ്ങി തെറ്റ് ഉറപ്പാണ് എന്ന് പറയുന്ന പോലെ വാക്കുപിഴ വരല്ലേ എന്ന് പ്രസംഗിച്ചു തുടങ്ങി ചിലപ്പോൾ ഉറപ്പായിട്ട് വാക്കുപിഴ വരുമായിരിക്കും. അപ്പോൾ ഇനി എന്തൊക്കെ കാണാതിരിക്കുന്നു അല്ലേ? ഈ അങ്ങനെ വിചാരിക്കാതെയും ബോധപൂർവ്വം ഉണ്ടാക്കുന്ന പിഴവുകൾ ചിലതുണ്ട്. അതെക്കാലത്തും അതിന്റെ നമ്മളുടെ അടിവേരുകൾ എന്ന സെഗ്മെന്റ് ബാക്കിയുണ്ട്. അത്തരം പരാമർശങ്ങളുടെ അടിവേരുകൾ ചെയ്ഞ്ഞു പോയാൽ അതിനൊക്കെ പിന്നിൽ വലിയ രാഷ്ട്രീയ കാരണങ്ങൾ. ഞാൻ പറഞ്ഞ ചില തന്ത്രങ്ങൾ ഇപ്പം അവിടെ നിൽക്കുന്ന ഒരു വലിയ വിഷയത്തെ മാറ്റിവിടാനൊക്കെ ഒരു സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പൊ ഇന്ന് എം മണിയുടെ പരാമർശങ്ങൾ കേരളത്തിൽ സജീവമായി നിൽക്കുന്ന ചില വിഷയങ്ങളെ മറിക്കാനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് പറയുന്നത് CPM നേതാക്കളുടെ BJP ബന്ധം മറച്ചുവെക്കാൻ അല്ലെങ്കിൽ കച്ചവട ബന്ധം മറച്ചുവെക്കാനുള്ള നീക്കമാണ് എന്നൊക്കെ പറയുന്നത്. പിണറായി വിജയൻ അന്ന് നടത്തിയ പരാമർശത്തിന് പോലും അത്തരം അർത്ഥം കൽപ്പിക്കുന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ നമ്മൾ പിന്നീട് കണ്ടു. അപ്പൊ അതിന്റെ പിന്നാമ്പുറങ്ങൾ ഉണ്ടാവാം അല്ലേ? ഉറപ്പായി. എല്ലാം നാക്കുവഴയല്ല. അല്ല, ചിലത് ബോധപൂർവമായ നാക്കുവഴിയാണ്. ഇവിടെ അജിരാജ് പറയാണ്, വിജയകുമാർ ബ്രോ പാലക്കാട് പോയിട്ട് മോദിയെ കണ്ടോ? ഒരു ബൈറ്റ് ചോദിക്കായിരുന്നു. ഹാഷ്മിയ ബ്രോയെ പേടിച്ച് ആലപ്പുഴയിൽ കടൽ വരെ ഉള്ളുവലിഞ്ഞു പറയണം. ഉൾവലിഞ്ഞ കടൽ തിരിച്ചു കയറിയിട്ടില്ല കാശ്മീർ ഇതുവരെ. സമാധാനം പറയേണ്ടി വരും. കടലോല് ഷോക്ക് മാറിയിട്ടില്ല. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകത. വിജയുടെ സുനിൽ ടി വാര്യർ പറയാണ്, പ്രസംഗങ്ങൾക്കിടയിൽ വാക്കുപിഴ സ്വാഭാവികം, പക്ഷേ പിഴ വരുത്താൻ വേണ്ടി പ്രസംഗിക്കുന്ന ഇനത്തിൽപ്പെട്ട ചിലരുണ്ട്. മൊത്തം ശ്രദ്ധ 1-2 ദിവസം ആ വഴിക്കൊക്കെ പോകുമല്ലോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അതെ, പ്രതിപക്ഷ നേതാവ് ആ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എം മണിയുടെ ഇന്നത്തെ പരാമർശം അതിന്റെ ഭാഗമാണോ എന്നതൊക്കെ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യട്ടെ അല്ലെ കുറച്ച് കാലം കഴിഞ്ഞാലും തെളിഞ്ഞു വരട്ടെ. അതെ. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് കേരള രാഷ്ട്രീയത്തിലും ഇനി മാറാത്ത ദുരൂഹതകളിലേക്കാണ്. അതിന്റെ വേരുകൾ തേടിയുള്ള യാത്രയാണ്. വേരുകൾ. അപ്പോൾ കഥകൾ, ഉപകഥകൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെയായി നാലുപേര് പടലം പോലെ അതിസങ്കീർണമായ ഒരു സംഭവത്തിലേക്കാണ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. അഴീക്കോടൻ രാഘവൻ കൊലപാതകം അല്ലെങ്കിൽ മരണം കഴിഞ്ഞ 52 വർഷമായി കേരളം ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ സഖാവ് അഴീക്കോടനെ കൊന്നതാരാണ്? ആ ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. ആ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ആ സംഭവത്തിന്റെ വേരുകളിലേക്കാണ് ഇനിയുള്ള നമ്മളുടെ യാത്ര. തട്ടിൽ എസ്റ്റേറ്റ് അഴിമതി കേസ് തിളച്ചുമറിഞ്ഞ കാലം. മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി 30 ലക്ഷം രൂപ മാത്രം മതിപ്പുള്ള ഭൂമി 2 കോടി രൂപ നൽകി വാങ്ങാൻ കെ കരുണാകരൻ കമ്മീഷൻ കൈപ്പറ്റി എന്നാണ് ആരോപണം. ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരന്റെ PA CK ഗോവിന്ദൻ തട്ടിൽ കുടുംബത്തിന് എഴുതിയ കത്ത് നവാബ് എന്ന ടാബ്ലോയിഡ് പുറത്തുവിട്ടു. 21 വയസ്സ് മാത്രം പ്രായമുള്ള പത്രാധിപർ TA രാജേന്ദ്രൻ നോട്ടപ്പുള്ളിയായി. തേക്കിൻകാട്ടിൽ പിറന്ന ജാരസന്തതികളെ വെറുതെ വിടില്ലെന്ന് കെ കരുണാകരൻ പ്രസംഗിച്ചു. ജയറാം പടിക്കലിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം നവാബ് രാജേന്ദ്രനെ രഹസ്യമായി കസ്റ്റഡിയിലെടുത്തു. കത്തിന്റെ അസൽ എവിടെയെന്ന് ചോദ്യം, ഭീഷണി. ഇക്കാര്യം പുറം ലോകത്തെ അറിയിക്കാൻ പോലീസിനെ ഭയമില്ലാത്ത ഒരാളുടെ സഹായം വേണമായിരുന്നു. നവാബ് രാജേന്ദ്രന്റെ മനസ്സിൽ തെളിഞ്ഞത് ഒറ്റപ്പേര്, അഴീക്കോടൻ രാഘവൻ. ലോകം അറിയുന്നതിന് മുൻപ് കണ്ണൂരിൽ ബീഡി തെറുപ്പുകാരനായിരുന്നു രാഘവൻ. P കൃഷ്ണപിള്ളയുടെ ശിഷ്യനായി രാഷ്ട്രീയത്തിലേക്ക്, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാനിയായി. നവാബ് രാജേന്ദ്രൻ പോലീസിനോട് ആ പേര് പറയുമ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഇടതുമുന്നണി കൺവീനറുമായിരുന്നു അഴീക്കോടൻ രാഘവൻ. പോലീസ് നവാബ് രാജേന്ദ്രനെയും കൊണ്ട് കണ്ണൂർ പള്ളിക്കുന്നിൽ അഴീക്കോടന്റെ വീട്ടിലെത്തി. തരം കിട്ടിയപ്പോൾ 2 ദിവസമായി താൻ കസ്റ്റഡിയിലാണ് എന്ന കാര്യം രാജേന്ദ്രൻ രാഘവനെ അറിയിച്ചു. കത്ത് EMSന് കൈമാറിയെന്ന് പറഞ്ഞ് രാഘവൻ പോലീസിനെ തിരിച്ചയച്ചു. പിറ്റേന്ന് വാർത്താസമ്മേളനം വിളിച്ച് രാജേന്ദ്രൻ കസ്റ്റഡിയിലാണെന്ന കാര്യം വെളിപ്പെടുത്തി. CK ഗോവിന്ദൻ തൃശൂർ മാജിസ്ട്രേറ്റ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. 1972 സെപ്റ്റംബർ 25 കത്ത് ഹാജരാക്കാൻ കോടതി ഉത്തരവ്. സെപ്റ്റംബർ 24 അഴീക്കോടൻ രാഘവൻ തൃശൂരിൽ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിച്ചു. സെപ്റ്റംബർ 23 രാത്രി 9 മണി കഴിഞ്ഞു. എറണാകുളത്ത് നിന്ന് KSRTC ബസ്സിൽ തൃശൂരിലെത്തിയ അഴീക്കോടൻ രാഘവൻ കൊക്കാല ബസ് സ്റ്റാൻഡിൽ പ്രീമിയർ ലോഡ്ജിലേക്ക് നടന്നു. പിന്നിൽ നിന്നെത്തിയ 6 അംഗ സംഘം അഴീക്കോടനെ കുത്തിവീഴ്ത്തി. ബാഗുമെടുത്ത് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച അഴീക്കോടൻ കുഴഞ്ഞു വീണു. പിന്നെ ചോര വാർന്ന് മരിച്ചു. AV ആര്യന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെന്റർ പ്രവർത്തകരാണ് അഴീക്കോടൻ രാഘവനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. കേട്ടപാടെ CPIM പ്രവർത്തകർ തെരുവിലിറങ്ങി. കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെന്റർ പ്രവർത്തകരെ വ്യാപകമായി ആക്രമിച്ചു. യൂണിയൻ ഭാരവാഹി ഇഗ്നേഷ്യസിന്റെ വീട് തല്ലി തകർത്തു. ചുമട്ടുതൊഴിലാളി ഡേവിഡിനെ വയറ് കീറി കായലിൽ താഴ്ത്തി. കമ്മ്യൂണിസ്റ്റ് യൂണിറ്റിയും CPIM-ഉം തമ്മിലുള്ള ശത്രുത പെട്ടെന്നുണ്ടായതല്ല. അടിമുടി വിമതനായിരുന്ന AV ആര്യൻ CPIM-നോട് കലഹിച്ചാണ് കമ്മ്യൂണിസ്റ്റ് യൂണിറ്റിക്ക് രൂപം നൽകിയത്. EMSന്റെയും അഴീക്കോടന്റെയും വിമർശകനായിരുന്നു ആര്യൻ. അഴീക്കോടൻ കൊല്ലപ്പെടുന്നതിന് മുൻപ് നഗരത്തിൽ മറ്റൊരു അഭ്യൂഹം പരക്കുന്നുണ്ടായിരുന്നു.
AV ആര്യനെ കൊല്ലാൻ CPIM പദ്ധതിയിടുന്നു എന്ന്. ഇതാണ് അഴീക്കോടനെ വകവരുത്താൻ കാരണമെന്ന് പോലീസ് പറഞ്ഞതോടെ കഥയ്ക്ക് വിശ്വാസ്യത വന്നു. സംഭവത്തിൽ K. കരുണാകരന് പങ്കുണ്ടെന്ന് നിയമസഭയിൽ പറഞ്ഞ EMS ഉൾപ്പെടെ പുറത്ത് മുഴുവൻ കുറ്റവും ആര്യന് മേൽ ചാർത്തുകയാണ് ചെയ്തത്. EMSും മറ്റും യഥാർത്ഥത്തിൽ അത് ആ AV ആര്യനെതിരായിട്ടുള്ളൊരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുകയുണ്ടായിരുന്നു. പിൽക്കാലത്ത് നക്സലൈറ്റുകളാണ് അഴീക്കോട് രാഘവനെ കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി EMS പ്രചരണം നടത്തുകയുണ്ടായി. അന്ന് ഞാനുൾപ്പെടെയുള്ള നക്സലൈറ്റ് പ്രവർത്തകർ, പ്രധാന പ്രവർത്തകരെല്ലാം തന്നെ അന്ന് ജയിലിലാണ്. അപ്പോൾ അന്ന് അത്തരം ഒരു കാര്യം നടത്താൻ പറ്റിയ നക്സലൈറ്റ് പ്രവർത്തകർ യഥാർത്ഥത്തിൽ അന്ന് പുറത്തില്ല. അപ്പോൾ വളരെ ദുരുപദിഷ്ടമായ ആരോപണങ്ങളാണ് EMS മുന്നോട്ട് വെച്ചതെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. എന്നിട്ട് AV ആര്യനെയും കൂട്ടരെയും നക്സലൈറ്റുകളാക്കി മാറ്റാനുള്ള ഒരു ശ്രമവും കൂടി EMS നടത്തുകയുണ്ടായി. കാരണം AV ആര്യനും മറ്റും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നല്ലാതെ അവരൊരിക്കലും നക്സലൈറ്റ് രാഷ്ട്രീയം അംഗീകരിച്ചവരായിരുന്നില്ല. അഴീക്കോടൻ വധക്കേസിൽ MV ആര്യൻ ഉൾപ്പെടെ 8 പേരായിരുന്നു പ്രതികൾ. ആര്യൻ ഒഴികെയുള്ളവർ ശിക്ഷിക്കപ്പെട്ടു. കേസും നിരന്തരമായ സംഘർഷങ്ങളും കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെന്ററിനെ തളർത്തി. CPIM അക്കാലത്ത് നേരിട്ട ഏറ്റവും ശക്തമായ വിമത നീക്കങ്ങളിലൊന്ന് അങ്ങനെ ഇല്ലാതായി. തട്ടിൽ എസ്റ്റേറ്റ് അഴിമതി കേസിൽ K. കരുണാകരനെതിരെ നിർണായക തെളിവാകുമായിരുന്ന ആ കത്ത് പിന്നീട് ആരും കണ്ടതുമില്ല. സംഭവത്തിൽ പോലീസിന്റെ ഇടപെടലുകളും ദുരൂഹമാണ്. അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എഴുതുന്ന ആർക്കും ഈ സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. അത് എത്രയോ പതിറ്റാണ്ടുകളായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എത്രയോ പതിറ്റാണ്ടുകൾ ഇനിയും ചർച്ച ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കും അല്ലേ എന്ന് പറഞ്ഞാൽ ഈ ആര്യൻ പിന്നീട് പറയുന്നുണ്ട്, പ്രിയങ്കാന ഞങ്ങളുടെ സഖാവായിരുന്നു, ഞങ്ങൾ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഞങ്ങളുടെ സഖാവായി, ഞങ്ങൾ കൊല്ലില്ല എന്ന് പറയുന്നുണ്ട്. ആര്യനൊക്കെ മരിക്കും വരെയും ആര്യനും ആര്യന്റെ ഗ്രൂപ്പും ഞങ്ങൾക്കൊന്നതല്ല ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. എന്നാൽ ഈ തട്ടിൽ എസ്റ്റേറ്റിന്റെ ഒക്കെ കൂടുതൽ അന്വേഷണങ്ങൾക്ക് അങ്ങനെ ആഴത്തിലാഴത്തിൽ പോയുമില്ല. അപ്പോൾ ആ ദുരൂഹത അങ്ങനെ നിൽക്കുന്നുണ്ട്. അഴീക്കോടൻ രാഘവൻ എന്ന് പറയുന്ന ആ സമയത്ത് P. കൃഷ്ണനുള്ള ശിഷ്യനാണ്. ആ സമയത്ത് കണ്ണൂരിൽ പാർട്ടിയെ ഓടി നടന്നു ഒരു വികാരമാണ് എന്ന് പറഞ്ഞാൽ ഒരു തലപ്പക്കമുള്ള നേതാവാണ്. അപ്പോൾ ആ നേതാവിനെ ആരാണ് കൊന്നതെന്ന് ഇപ്പോഴും ആ ദുരൂഹം നിൽക്കുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. വിജയം. ഇനി നമ്മൾ പോകുന്നത് വോട്ടർമാരുടെ ശബ്ദം നാടാകെ കേൾപ്പിക്കുന്ന സെഗ്മെന്റിലേക്കാണ്. മൈക്ക് അപ്പോൾ അങ്ങനെയാണ് പ്രേക്ഷകർക്കറിയാം, ജാതിമത അല്ലെങ്കിൽ കേരളത്തിനറിയാം, ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ തുകൽപന്തിനെ അല്ലെങ്കിൽ ഫുട്ബോളിനെ നെഞ്ചോട് ചേർക്കുന്നവരാണ് മലപ്പുറംകാർ. അത് മാത്രമല്ല, വളരെ വളരെ ക്ലാരിറ്റിയുള്ള വളരെ വ്യതിരിക്തമായ രാഷ്ട്രീയ ബോധം ഉള്ളിൽ പേറുന്ന മനുഷ്യരാണ് ഓരോരുത്തരും. അപ്പോൾ ഒരു ഫുട്ബോൾ ടർഫിലേക്ക് പോകുന്നു, അവിടെ നടക്കുന്നു ചില രാഷ്ട്രീയ ചർച്ചകൾ. മൈക്ക്. ഇവിടെ BJP ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന മുസ്ലിം ലീഗ് മുന്നണി സംവിധാനത്തിൽ എന്തായാലും ഈട്ടി വലിയ ഭൂരിപക്ഷത്തിൽ വരുന്നുള്ളതാണ്. ഒരിക്കലും അട്ടിമറി ഉണ്ടാവില്ല. ഒരിക്കലും ഒരു അട്ടിമറി ഒരിക്കലും ഉണ്ടാവില്ല. പൊതുച്ചോറിന്റെ നേതാവാണ്. ജനങ്ങൾക്ക് എത്ര ആളുകൾക്ക് എത്ര ഉപകാരം ചെയ്ത ആളറിയോ? ജയിക്കട്ടെ, വസീബ് ജയിക്കട്ടെ. പൊതുച്ചോറ് എങ്ങനെ ജയിക്കണേ? എന്തായാലും റൈറ്റ് കൂടെ കയറിയിട്ട് എന്തായാലും UDF മുന്നിലേ വരും. റൈറ്റ് ജയിക്കണം എന്ന് അവകാശപ്പെടുമ്പോ റൈറ്റ് എന്ത് ചെയ്തു കൂടി പറഞ്ഞല്ലോ. എത്രയോ വർഷങ്ങളായി ഇവിടുത്തെ ഒരുപാട് സംവിധാനം മലപ്പുറം ജില്ലത്തെ ഈ പ്രദേശത്തെ എല്ലാ പ്രദേശത്തും പറയുന്നതാണ് ഇവിടെ എന്ത് ചെയ്തു ഇതിപ്പോ എന്തല്ലോ ഇപ്രാവശ്യം പൊന്നാനി ഫ്രണ്ട് ടയർ ബാക്കും ബാക്ക് ടയർ ഫ്രണ്ട് കുട്ടമായി. ഇപ്പൊ ക്ലച്ച് ഇല്ലാത്ത വണ്ടിയില്ലേ? ഇലക്ട്രിക്കൽ വണ്ടിയില്ലേ? ക്ലച്ച് ഇല്ലാത്ത വണ്ടി, ഇലക്ട്രിക്കൽ വണ്ടിയില്ലേ? അതിലേക്ക് കൂട്ടിയാൽ മതി. കാണുന്നത് ഒരൾട്ടാ വീട്ടാണ്. പൊന്നാനിന്ന് മലപ്പുറത്തും കൊടുന്നു, മലപ്പുറത്ത് പൊന്നാനിക്കും കൊണ്ടുപോയിരുന്നല്ല. അതെന്ത് മാറ്റമാണ് ഇവിടെ ഉള്ളത്? ഒരു മാറ്റമില്ല. എന്തൊക്കെ ചെയ്തു ലീഗ്? നമ്മൾ അങ്ങനെ കൂടെ പറഞ്ഞല്ലോ. എന്ത് നേതാക്കന്മാര് പറഞ്ഞനുസരിച്ചുള്ള സ്ഥാനാർത്ഥിക്ക് ഇവിടെ അണികൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് UDF ആണ്. അതിൽ സംശയമാണ്. പൊന്നാനി വികസനം ചെയ്യാനാണ് ഈട്ടിനെങ്കിലും മാറ്റിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് തന്നെ പ്രതിഷേധമുണ്ട്. മുസ്ലിം ലീഗിന്റെ നല്ലൊരു നാല് വികസനം. ഇപ്പൊ BJP ഒരുപാട് അവകാശവാദങ്ങളുണ്ട്. ഇന്ത്യയിലെ പെൻഷൻ മുടങ്ങി എത്ര കാലമായി? 6-7 മാസമായി പെൻഷൻ മുടങ്ങി. ഇതുവരെ ഫണ്ട് കൊടുക്കട്ടെ. ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സർക്കാരും കടം തരാൻ വേണ്ടി സുപ്രീം കോടതി സമീപിച്ച ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതൊക്കെ മര്യാദ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു മനുഷ്യനോടുള്ള നിങ്ങൾക്ക് കേരളത്തിലുള്ള അസൂയാണ്. എന്താണ് നിങ്ങൾക്ക്? ഒരു കുട്ടിയെ നമ്മൾ കടയ്ക്ക് പറഞ്ഞാൽ കണക്ക് കൊടുക്കണം. അതേപോലെ കണക്ക് കൊടുക്കാതെ കേരളം പോലത്തെ ഒരു നല്ലൊരു സംസ്ഥാനം BJP കാണിച്ചു തരാൻ പറ്റും. BJP ആയിരിക്കണം ഒരു സംസ്ഥാനം കാണിച്ചു തരാൻ പറ്റും. പറ്റൂല. നിങ്ങളെ കൊണ്ട് അതിലൊന്നുമില്ല.
ഇന്ത്യയിലുള്ളിലാണ് കേരളം ആണ്. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളും എങ്ങനെ തുല്യം? യൂപ്പിന്റെ കേരളത്തിന്റെ എഡ്യൂക്കേഷൻ എന്താ? യൂപ്പിന്റെ കേരളത്തിന്റെ എഡ്യൂക്കേഷൻ എന്താ? കുറെ കാലം ഇവർക്ക് കേരളം പോലെ നല്ല സുന്ദരമായിരുന്നു. ഇപ്പൊ സുന്ദരമല്ല പോലെ അർത്ഥമുണ്ടോ? അപ്പൊ ഇവര് CPM ഭരിക്കുന്ന സ്ഥലങ്ങൾ സുന്ദരമാണ്, മറ്റു സ്ഥലങ്ങൾ സുന്ദരമല്ല അർത്ഥം എന്താത്തുള്ളത്? അത് യാതൊരു കേരളത്തിനേക്കാൾ എന്ത് മികച്ച മുന്നേറ്റമാണ് ഗുജറാത്തിലുള്ളതെന്ന് പറഞ്ഞാൽ റോഡുകൾ എന്തൊക്കെ കാണാം? ജെയിംസ് കോളേജ് എന്തൊക്കെ എന്ത് റോഡ് ഒന്നുമില്ല. നല്ല ആശുപത്രി നമുക്കറിയാം. രണ്ട് നാണയങ്ങളാണ്. ഒരു രൂപന്റെ നാണയങ്ങളെ ഒരേ മാറി മച്ചിട്ട് മാറിക്കാണ് ഇവരത്. BJP-യും CPM ഒരേ മാറിക്കാണ്. പരിമിതി മുസ്ലിം ലീഗാണ്. ഇവിടുത്തെ പഞ്ചായത്ത് BJP-ന്റെ ആൾക്കാരെ ലീഗാര് ഇവിടെ പൗരത്വ ഭേദഗതി പൗരത്വ ബില്ല് വന്നിട്ട് മുസ്ലിം ലീഗ് ഒരു പ്രകടനം നടത്തിയില്ല. ഇവിടെ സമ്മതാനിക്കാട്ടും കുഞ്ഞാലി സാഹിബിന് ഏറ്റവും കൂടുതൽ ഈട്ടിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഈ മലപ്പുറം മണ്ഡലത്തിൽ നിന്നുണ്ടാവുക. ഇപ്പൊ നമ്മൾ കളി കണ്ടു. കളി കാണാനായിട്ട് ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തവണ ഇവിടുത്തെ ഇലക്ഷൻ എന്തായിരിക്കും? ഇവിടുത്തെ ഇലക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ഈ പാങ്ങിനെ സംബന്ധിച്ച് UDF ആണ് ഇവിടെ ജയിച്ചു പോകേണ്ടത്. എന്തെങ്കിലും MP ഫണ്ടിൽ നിന്ന് ഇവിടെ ചെയ്തൊന്ന് ചൂണ്ടിക്കാട്ടാൻ ഒന്നുമില്ല. അപ്പൊ ആശു വിജയിക്കണം എന്നാണ് ആഗ്രഹം. ഇടതുപക്ഷം കുറെ ആയി ഇപ്പൊ ലീഗ് ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ നമുക്ക് മലപ്പുറത്ത് വികസനം എന്ന് പറഞ്ഞ സാധനം ഇന്ന് വരെ കാണാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ആഗ്രഹം വസീഫ് ജയിക്കണം എന്നാണ്. അതിപ്പോ എന്താ പറയാനുള്ളത്? ഇവരൊക്കെ ഏത് പറഞ്ഞാലും ശരി, വോട്ട് എണ്ണുമ്പോൾ UDF കയറി അതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള വെറുതെ വർത്തമാനങ്ങൾ അവർ പറയാന്നല്ലാതെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തിൽ ഇവിടെ ചെയ്യും. വിനീത് നാരായണൻകുട്ടി പറയുകയാണ് ഇതാണ് സ്റ്റണ്ട് എന്ന് പറയുന്നത്. ഒരിഞ്ഞ പോരാണല്ലോ, ഒരിഞ്ഞ പോരാ എന്ന് പറയുന്നത്. പക്ഷെ നല്ല സൗഹൃദമുള്ള സൂക്ഷിച്ചുകൊണ്ടാണ് ആ സ്റ്റണ്ടല്ലേ. അപ്പോൾ ഇനി പ്രചാരണത്തിനിടെ മിന്നായം പോലെ സംഭവിക്കുന്ന ചില വെടിക്കെട്ടുകളെ കുറിച്ചാണ് നമ്മൾ പോകുന്നത്. വെടിക്കെട്ട് വാർത്തകൾ. മിന്നൽ. അപ്പോൾ ബംഗാളിൽ നിന്നാണ് ആ വാർത്ത. യൂസഫ് പത്താൻ അദ്ദേഹത്തിന്റെ രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങുന്നത് രാഷ്ട്രീയത്തിലാണ്, പൊളിറ്റിക്സിലാണ്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ബർഹാംപൂരിൽ അദ്ദേഹം ജനവിധി തേടുന്നു. നേരിടുന്നത് അധിർ രഞ്ജൻ ചൗധരി എന്ന ബംഗാളിലെ ഏറ്റവും സമുന്നതനായ കോൺഗ്രസ് നേതാവിനെതിരെയാണ്. അവിടെ തീപാറുന്ന പോരാട്ടമാണ്. ഈ രണ്ടാം ഇന്നിംഗ്സിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും അധിർ രഞ്ജൻ ചൗധരിയുടെ ഹിറ്റ് എന്താണ്? അദ്ദേഹത്തിന്റെ സ്വന്തം ക്രീസാണ്. ആ ക്രീസിൽ പത്താൻ ഹിറ്റാകോ അതോ ഡക്കാവോ എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ക്രിക്കറ്റ് പ്രേമികൾ, രാഷ്ട്രീയ പണ്ഡിതർ. 2008 പ്രഥമ IPL അവിശ്വസനീയ കുതിപ്പിലൂടെ വമ്പന്മാരെ ഒന്നൊന്നായി വെട്ടിവീഴ്ത്തി രാജസ്ഥാൻ റോയൽസ് ചാമ്പ്യന്മാരായി. കിരീടത്തിലേക്കുള്ള ഓസ്ട്രേലിയൻ ഇതിഹാസം ഷെയ്ൻ വോണിന്റെ ട്രംപ് കാർഡായിരുന്നു യൂസഫ് പത്താൻ എന്ന ചെറുപ്പക്കാരൻ. ഫൈനലടക്കം കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതും യൂസഫ് പത്താൻ തന്നെ. 16 വർഷങ്ങൾക്കിപ്പുറം ഷെയ്ൻ വോണിന്റെ സ്ഥാനത്ത് മമതാ ബാനർജി. പശ്ചിമ ബംഗാളിലെ ബർഹാംപൂരിൽ കോൺഗ്രസിന്റെ അധിർ രഞ്ജൻ ചൗധരി എന്ന ഗോലിയത്തിനെ വീഴ്ത്താൻ യൂസഫ് പത്താനിൽ ഒരു ദാവീദിനെ കാണുകയാണ് ദീദി. ആയിരത്തി 1999 മുതൽ ബർഹാംപൂരിന്റെ അധിപനാണ് അധിർ രഞ്ജൻ ചൗധരി. മുൻ റെയിൽവേ മന്ത്രി, മുൻ റെയിൽവേ സഹമന്ത്രി, നിലവിൽ ലോക്സഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവ്, പശ്ചിമ ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ. അങ്ങനെ ഒരാളെ വീഴ്ത്താൻ സെലിബ്രിറ്റി പരിവേഷമുള്ള ഒരാളെ തന്നെ വേണമായിരുന്നു മമതയ്ക്ക്. ഗുജറാത്തുകാരനായ യൂസഫ് പത്താൻ കൊൽക്കത്തക്കാർക്ക് അന്യനല്ല. 2011 മുതൽ 2017 വരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി കളിച്ച പത്താൻ ടീമിന്റെ 2 കിരീട നേട്ടങ്ങളിലും പങ്കാളിയായി. മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ബർഹാംപൂരിൽ മത സാമുദായിക ഘടകങ്ങൾ കൂടി പത്താന്റെ വരവിന് കാരണമായി. ഇന്ത്യൻ മുൻ താരവും ഇപ്പോൾ ബംഗാളിലെ കായിക മന്ത്രിയുമായ മനോജ് തിവാരിയാണ് യൂസഫ് പത്താനെ തൃണമൂലിലേക്ക് അടുപ്പിച്ചത്. ക്രിക്കറ്റിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ ക്രീസിലേക്ക് ചുവടുവെച്ച ജയിച്ചു കയറിയവരും തോറ്റുമടങ്ങിയവരും ഏറെയുണ്ട്. മുഹമ്മദ് അസറുദ്ദീനും ഗൗതം ഗംഭീറും കീർത്തി ആസാദും പാർലമെന്റിലെത്തിയവരാണ്. മൻസൂർ അലിഖാൻ പട്ടൌഡി, മുഹമ്മദ് കൈഫ്, വിനോദ് കാംബ്ലി എന്നിവർ ഓടിയെത്താതെ റണ്ണൌട്ടായി. രാഷ്ട്രീയത്തിന്റെ ക്രീസിൽ യൂസഫിന്റെ വിധിയെന്താകും? ഇന്ത്യയുടെ 2020 ഏകദിന ലോകകപ്പ് കിരീട നേട്ടങ്ങളിൽ പങ്കാളിയായ യൂസഫ് പത്താന് വിജയത്തിലേക്ക് സിക്സർ അടിക്കാനാകുമോ? കാത്തിരുന്നു കാണാം. ഇലക്ഷൻ ഡെസ്ക് 24. ഹാഷ്മി, ഏകദിന ക്രിക്കറ്റിൽ യൂസഫ് പത്താൻ 123 നോട്ട് ഔട്ട്. അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോർ അതാണ്, 123 നോട്ട് ഔട്ട്. അപ്പോൾ
അദ്ദേഹത്തിന് വലിയ ഇന്നിങ്സുകൾ കളിക്കാൻ ശേഷിയുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതെ, അതെ. പുറത്താകാതെ നിൽക്കാൻ കഴിയുന്ന പ്ലെയർ ആണെന്നും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ബർഹാംപൂരിൽ അദിർ രഞ്ജൻ ചൗധരി എന്ന ചാണക്യനോട് ഏറ്റുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതൊരു ചോദ്യം തന്നെയാണ് അല്ലേ? എന്തായാലും വലിയ കോൺഫിഡൻസിലാണ് TMC. യൂസഫ് പത്താൻ എന്തായാലും കാത്തിരുന്ന് കാണാം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. നേരത്തെ ഒരു പ്രശ്നം ചോദിച്ചായിരുന്നു, SKN രാവിലെ മഞ്ഞുമലോട്ട് അതുവഴി ഗുണാക്കേവി പോയെന്ന് ചോദിച്ചായിരുന്നു. അജിരാജ് ചോദിക്കുന്നു, SKN മഞ്ഞുമൽ പോയിട്ട് അവിടെ തന്നെ കൂടിയോ? ഇന്നത്തെ നിങ്ങൾ 3 പേരുടെ മോർണിംഗ് ഷോ നല്ലതായിരുന്നു. SKN തിരിച്ചു വരും, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു, മകനെ മടങ്ങി വരും എന്നാ ടോണി അജിരാജ് വിളിക്കുകയാണ്. ഈ സ്റ്റണ്ട് അല്ലാതെ മറ്റു ചില സ്റ്റണ്ടുകൾ കൂടി അദ്ദേഹം ഉള്ളത് കൊണ്ട് അതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മടങ്ങി വരും. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ചില വാർത്തകൾ ഇങ്ങനെ എരിഞ്ഞു കത്തും, അത്തരം ചില വാർത്തകളിലേക്കാണ്. കമ്പക്കെട്ട്. തമിഴ്നാടൻ വിജയ് കേരളത്തിലുണ്ട്. അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് നൽകിയ വലിയ വരവേൽപ്പ്, 1.5 വരവേൽപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ കാറിന്റെ സൈഡൊക്കെ ചളങ്ങിയ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. വിജയ് പോലും ഒന്ന് അമ്പരന്നു പോയി, അടങ്ങടങ്ങെന്നൊക്കെ പറയുന്നില്ല, വലിയ ആരവത്തിൽ സ്വീകരിച്ചു. അദ്ദേഹം ഒന്ന് കേരളത്തിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവ് തുടങ്ങിയതിന് ശേഷമായിരുന്നു. എന്ന് പറഞ്ഞാൽ മാർച്ച് 8 ആരംഭിച്ച ഈ ഡിജിറ്റൽ ക്യാമ്പയിനിലൂടെ 10 ദിവസം കൊണ്ട്, കേവലം 10 ദിവസം കൊണ്ട് 1 കോടി ആളുകൾ അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടിയിൽ മെമ്പറായി എന്നാണ് കണക്ക്. അപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്, തമിഴ് വെട്രിക് കഴകം എന്ന അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ ആർ വോട്ട് ചെയ്യണമെന്ന് വിജയ് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരോട്, ആരാധകരോട് പറയുമോ? അതിന് ഉത്തരം കിട്ടുമോ എന്നതാണ് പ്രധാന ചോദ്യം. ചലച്ചിത്ര താരം നാസറിന്റെ മകനെക്കുറിച്ചുള്ളൊരു വാർത്ത അടുത്ത ദിവസങ്ങളിൽ തമിഴകത്ത് ഏറെ ചർച്ചയായി. ഒരു വലിയ അപകടത്തെ തുടർന്ന് 2014 മുതൽ അബ്ദുൾ അസൻ ഫൈസൽ ചികിത്സയിലായിരുന്നു. ഓർമ്മശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു വർഷങ്ങളോളം. ഒടുവിൽ മെല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ പോയ കാലത്തിന്റെ അവശേഷിപ്പായി ആകെ ഓർമ്മയുള്ള മുഖം അച്ഛന്റെ സഹപ്രവർത്തകൻ വിജയ് എന്ന നടന്റേതു മാത്രം. ആ ആരാധന ഒടുവിൽ വിജയുടെ തമിഴ് വെട്രിക്ക് കഴകം എന്ന പാർട്ടി മെമ്പർഷിപ്പിലേക്കെത്തി. പാർട്ടിയുടെ ആദ്യ അംഗമായി അസൻ ഫൈസൽ. വിജയ് തന്റെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവ് ആരംഭിച്ചത് മാർച്ച് 8-നാണ്. സിനിമാറ്റിക് സ്റ്റൈൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിജയ് വിചാരിച്ചതിനേക്കാൾ വിജയകരമായിരുന്നു. വിവിധ ഡിജിറ്റൽ മീഡിയങ്ങളിലൂടെ ആദ്യ 2 മണിക്കൂറിൽ 20 ലക്ഷം പേർ പാർട്ടിയിൽ അംഗങ്ങളായി. ആദ്യ 10 ദിവസം പിന്നിടുമ്പോൾ അംഗങ്ങൾ 1 കോടി കടന്നുവെന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഉയരുന്ന ചോദ്യം എന്താണ് വിജയുടെ 2024-ലെ ലക്ഷ്യം എന്നാണ്. രാഷ്ട്രീയത്തിലേക്കുള്ള ഓരോ ചുവടുവയ്പിലും സംഘപരിവാർ വിരുദ്ധ നിലപാടുകളാണ് അറിഞ്ഞും അറിയാതെയും വിജയ് എടുത്തിട്ടുള്ളത്. മെർസൽ എന്ന സിനിമയുണ്ടാക്കിയ പുകിലുകൾ അതിന്റെ അക്കം കൂട്ടി. GSTയെയും ക്ഷേത്ര നിർമ്മാണത്തെയും ചിത്രം തുറന്നെതിർത്തതോടെ അന്ന് BJP അധ്യക്ഷയായിരുന്ന തമിഴിസൈ സൗന്ദരരാജൻ വിജയിയെ കടന്നാക്രമിച്ചിരുന്നു. പല വളർച്ചി திட்டங்களே இல்லாமல் இருந்திருக்கிறது. அப்பொழுதெல்லாம் ஒன்றும் சொல்லாமல் இப்பொழுது மத்திய அரசை குறை கூறுவது மட்டுமே தங்களுக்கு விளம்பரம் தேடித்தர முடியும் என்ற உள்நோக்கத்தோடு எது நடந்தாலும் பாரதிய ஜனதா கட்சி அதை எதிர்க்கும். BJP നേതാവ് രാജ വിജയുടെ തിരിച്ചറിയൽ കാർഡ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ജോസഫ് C. വിജയ് എന്ന പേര് വ്യക്തമാക്കാനായിരുന്നു. അതിലൊന്നും തീർന്നില്ല. നികുതി വിഭാഗം റെയ്ഡ് നടത്തി ആ എതിർപ്പ് ഒന്നുകൂടി ഉറപ്പിച്ചു. ഇപ്പോൾ പുതിയ പാർട്ടി പ്രഖ്യാപിച്ച രംഗത്തെത്തുന്ന വിജയ് ആരെയാകും സഹായിക്കുക? ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമാണ് ലഭ്യം. മാർച്ച് 11-ന് വിജയ് തമിഴ് വെട്രിക്ക് കഴകമെന്ന തന്റെ പുതിയ പാർട്ടിയുടെ ലെറ്റർ പാഡിൽ ഒരു പ്രസ്താവന പുറത്തിറക്കി. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെയുള്ള വ്യക്തമായ പ്രസ്താവനയായിരുന്നു അത്. ജനങ്ങളാകെ ഏകമനസ്സോടെ ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ CAA പോലൊരു നിയമം സ്വീകാര്യമല്ല. ഈ നിയമം തമിഴ്നാട്ടിൽ നടപ്പിലാക്കില്ലെന്ന് ഭരണാധികാരികൾ ഉറപ്പു നൽകണം. 2 വരിയിലുള്ള പ്രസ്താവനയിൽ നിലപാട് വ്യക്തം. തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ തന്റെ ആരാധകരോടും പുതിയ പാർട്ടി അംഗങ്ങളോടും വിജയ്ക്ക് പറയാൻ ഇതിൽ കൂടുതൽ ഒരു നിലപാടുണ്ടാകില്ല. പക്ഷേ BJP വിരുദ്ധ നീക്കം ശക്തമാക്കിയ MK സ്റ്റാലിനും ഇന്ത്യ മുന്നണിയുടെ ഒരു പൂർണ്ണ മാതൃകയുമുള്ള സംസ്ഥാനത്ത് അതേ ആശയവുമായി 2026 തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന വിജയ് ആരെയാണ് യഥാർത്ഥത്തിൽ സഹായിക്കുക എന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. അത് കേവലം മുതലമേച്ചർ പദവി മാത്രമല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പോൾ എന്തായാലും ആ രാഷ്ട്രീയം സംഘവിരുദ്ധ രാഷ്ട്രീയമാണെന്നാൽ തർക്കമില്ല. പിന്നെ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആർക്കൊപ്പം നിൽക്കുന്നു, ആരെ എതിർക്കുന്നു, ഏത് രീതിയിലാകും അവിടുത്തെ പോരാട്ടം എന്നൊക്കെ വരുന്ന ആളുകളെ കാഴ്ച. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഹാഷ്മി, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും DMK-ക്ക് ഒപ്പമായിരിക്കില്ല വിജയ് എന്നൊരു സൂചന ഇപ്പോൾ പറ്റില്ല, അങ്ങനെ കഴിയില്ല. അപ്പോൾ ആ വോട്ടുകൾ അവിടെ ഭിന്നിക്കും, അത് ആർക്ക് ഗുണം ചെയ്യും, വലിയ ചോദ്യങ്ങൾ അവിടെ ഉയരും. അത് വരുന്ന ആളുകളെ കാഴ്ച. അപ്പോൾ എന്തായാലും തമിഴ്നാടടക്കം കേരളത്തിന് പുറത്തും ഗോതകളുണ്ട്. അങ്ങോട്ടേക്കാണ് സ്റ്റേറ്റ് സ്കാൻ.
അപ്പോൾ നമ്മൾ പോകുന്നത് ബീഹാർ. രാഷ്ട്രീയമായി പറഞ്ഞാൽ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം, പാട്ന, പാടലിപുത്ര എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള ബീഹാറിലേക്കുള്ള യാത്രയാണ്. ബീഹാറിൽ അവിടെ ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ, BJP, RJD, ജിതിൻ റാം മാഞ്ചി, ചിരാഗ് പാസ്വാൻ, പശുപതി പരസ്, അങ്ങനെ പേരുകൾ നിരവധിയാണ്, പാർട്ടികൾ നിരവധിയാണ്, മുന്നണികൾ നിരവധിയാണ്. അടിമുടി മാറുന്ന, അനുനിമിഷം മാറുന്ന ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ചാഞ്ചാട്ടങ്ങൾ, മറിമായങ്ങൾ, 24 മണിക്കൂർ പോലും വേണ്ട ബീഹാറിൽ എന്താ അടപടലം കാര്യങ്ങൾ മാറാൻ. അപ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ പാടലിപുത്രം കാത്തുവച്ചിരിക്കുന്നു? സ്റ്റേറ്റ് സ്കാൻ. ആയാ നിതീഷ്, ഗയാ നിതീഷ്. നിന്ന നിൽപ്പിൽ രാഷ്ട്രീയ പങ്കാളികളെ കളമാറ്റി മുഖ്യമന്ത്രിയായിരിക്കാൻ നിതീഷ് കുമാറിനോളം മെയ്വഴക്കം കാണിച്ച മറ്റൊരു നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. നിതീഷിനെ NDA ഒപ്പം കൂട്ടിയത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ്. അതിനു പിന്നാലെ തേജസ്വി യാദവിനെതിരെ കൂടുതൽ കേസുകൾ കൊണ്ടുവരികയാണ് കേന്ദ്ര ഏജൻസികൾ. ആകെ 40 ലോക്സഭാ മണ്ഡലങ്ങൾ. BJP 17, JDU 16, LJP 6, കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് 2019 കക്ഷിനില. ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം കൊണ്ടും രാഷ്ട്രീയ സാഹചര്യം കൊണ്ടും BJPക്ക് അനുകൂലമാണ് ബീഹാർ. എന്നാൽ 243 അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയുടെ ചിത്രം NDA ക്യാമ്പിന് ആശങ്കയുണ്ടാക്കും. 79 അംഗങ്ങളുമായി RJDയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. കോൺഗ്രസിന്റെയും ഇടതു പാർട്ടികളുടെയും ശക്തമായ നിര സഖ്യത്തിനുണ്ട്. സീറ്റ് വിഭജന ചർച്ചയിൽ അസ്വാരസ്യം രൂപപ്പെട്ടെങ്കിലും സഖ്യത്തിൽ വിള്ളലുണ്ടാക്കില്ല എന്നാണ് കണക്കുകൂട്ടൽ. NDA ക്യാമ്പിൽ സ്ഥിതി മറിച്ചാണ്. പശുപതി പരസിന്റെ RLJP സീറ്റ് വിഭജനത്തിൽ കലാപക്കൊടി ഉയർത്തിക്കഴിഞ്ഞു. ഇന്ദിരാഗാന്ധി വിറപ്പിച്ച ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് മുന്നേറ്റം ബീഹാറിന് സമ്മാനിച്ചത് അതികായന്മാരായ 2 നേതാക്കളെ. ഒന്ന് ലാലു പ്രസാദ് യാദവ്, മറ്റൊരാൾ നിതീഷ് കുമാർ. രണ്ടും ബീഹാർ രാഷ്ട്രീയത്തിന്റെ തലവര മാറ്റിയ നേതാക്കൾ. അവർ തന്നെയാണ് ഇപ്പോഴും ചക്രം തിരിക്കുന്നത്. സംഘപരിവാറിനോട് ഏറ്റുമുട്ടിയാണ് RJDയെ ലാലു പ്രസാദ് വളർത്തിയതെങ്കിൽ BJPയോട് ഐത്തം കൽപ്പിക്കാതെ അധികാരത്തിലിരിക്കാൻ നിതീഷിനായി. 13.10 കോടിയാണ് ബീഹാറിലെ ജനസംഖ്യ. അതിൽ 36% സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗം. മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ 27.13%. 60%-ലധികം വരും ഇരു വിഭാഗങ്ങൾ. തേജസ്വി ഉൾപ്പെടുന്ന OBC വിഭാഗമായ യാദവ് വിഭാഗം രാഷ്ട്രീയമായി കരുത്തുറ്റ സമുദായമാണ്. പട്ടികജാതി വിഭാഗം സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ 19.65% വരും. ജാതി സെൻസസ് നടത്തിയത് തെരഞ്ഞെടുപ്പിൽ തുറുപ്പുചീട്ടാകും എന്നാണ് JDUവിന്റെ കണക്കുകൂട്ടൽ. പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടാണ് കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന പ്രഖ്യാപിച്ചത്. ചിരാഗ് പാസ്വാന്റെ LJP വീണ്ടും NDA പാളയത്തിലേക്ക് മടങ്ങിയെത്തിയതും ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാകും. പ്രതിപക്ഷ നിരയുടെ ശക്തി കേന്ദ്രമായി കണ്ട ബീഹാർ പൊടുന്നനെയാണ് മാറിയത്. 2024 ജനവിധി ഇന്ത്യ സഖ്യത്തിനു മാത്രമല്ല നിതീഷ് കുമാറിന്റെ JDUവിന്റെയും കൂടി ഭാവി നിർണയിക്കുന്നതാകും. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഏറ്റവും നിതീഷ് വീണ്ടും NDA ക്യാമ്പിലേക്ക് എത്തിയത് അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വിജയകുമാർ പക്ഷേ നിതീഷ് കുമാറിന്റെ വിശ്വാസത്തേക്ക് വലിയ കോട്ട അവിടെയുണ്ട്. പിന്നെ CPM, CPI, CPML പോലെ ഇടതുകക്ഷികൾ മഹാസഖ്യത്തിൽ ജോയിൻ ചെയ്യുന്നു. തേജസ്വി യാദവ് എന്താണ് വലിയ പ്രോമിസിംഗ് ആയ വലിയ തലപ്പക്കോളം നേതാവ് അവിടെ വളരുന്നതുകൊണ്ട് അത്ര എളുപ്പമാവില്ല നിതീഷ് കൂടെ. കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു തൂത്തുവാരിയതിനൊപ്പമായിരുന്നു, ക്ലീൻ സ്വീപ്പ് എന്നൊക്കെ പറയാവുന്നതായിരുന്നു NDAക്ക്. ഇത്തവണ അങ്ങനെ ആകുമോ? രാംവിലാസ് പാസ്വാൻ ഇല്ല, അസാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് പശുപതി പരസ് ചിരാഗ് BJP ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്, 5 സീറ്റും കൊടുത്തിട്ടുണ്ട്. അല്ല ചിരാഗ് ഉണ്ട് എന്ന് പറയും. രാംവിലാസ് പാസ്വാന്റെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വലിയ തലപ്പൊക്കം ചിരാഗിന് കിട്ടുമോ? ആ പിന്തുണ കിട്ടുന്നില്ല. മാത്രമല്ല പശുപതി പരസ് രാജിവെക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഇനി നമുക്ക് പോകേണ്ടത് ചില കേരളത്തിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ്, ഇന്ത്യയിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ്, റഷ്യയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പുടിൻ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വന്നു. അമേരിക്ക അടക്കം പല പ്രധാനപ്പെട്ട രാജ്യങ്ങളും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ ചില അന്തർദേശീയ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കൂടി ഇനി പോകേണ്ടതുണ്ട്. അതിനുമുമ്പ് നമുക്ക് ഇടവേളയാണ്. അതിനുമുമ്പ് ഒരു സ്വദേശ മെസ്സേജ്. ചൂട് അനുഭവപ്പെടാതിരിക്കാൻ തിനേരി വേവിച്ച് കഴിക്കുക, ശരീരം നന്നായി തണുക്കും, ചുടുകുരു വരില്ല എന്ന് ഒരു പ്രശ്നം പറയും. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. തിനേരി ചൂട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു പോംവഴിയാണ് എന്ന് ഒരു പ്രേക്ഷകൻ കമന്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ തിനേരിക്കഞ്ഞി കുടിക്കുക, അപ്പൊ ചുടൂര് വരില്ല എന്നാണ് പറയുന്നത്. അതല്ല, മില്ലറ്റ് നല്ലതാണെന്ന് പൊതുവെ കേൾക്കുന്നുണ്ട്. രാവിലെ ഞാൻ ആലപ്പുഴ പോയപ്പോഴേ ശോഭാസുരനെ കാണുമ്പോൾ ശോഭാസുരന്റെ കഞ്ഞിയും പയറും രാവിലെ കഴിച്ചു. അപ്പൊ ശോഭ പറയുന്നത് എല്ലാ വർഷങ്ങളായി എല്ലാ ദിവസവും രാവിലെ ചോദിച്ചില്ല. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പൊ നമ്മൾ നേരെ പോകുന്നു കണ്ടതും കേട്ടതും. ലോകത്തിലെ
ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ, അവിടെ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് കൊടിയേറി. 2024 എല്ലാ തരത്തിലും ഒരു തെരഞ്ഞെടുപ്പ് വർഷം തന്നെയാണ്. ലോക ജനസംഖ്യയുടെ 50% ആളുകൾ വസിക്കുന്ന രാജ്യങ്ങളിൽ ഈ 2024 തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. വ്ളാഡിമിർ പുടിൻ അവിടെ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും ജയിച്ചു വന്നു. വലിയ ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് എന്ത് സുതാര്യത എന്നത്. അതവിടെ നിൽക്കട്ടെ. അമേരിക്കയിൽ ട്രംപും ബൈഡനും വീണ്ടും ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു. അങ്ങനെ 2024 ലോകത്തിന്റെ തന്നെ തെരഞ്ഞെടുപ്പ് വർഷമാണ്. കാണാം ആ ലോക തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പുകൾക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്ന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ്. ജനാധിപത്യം കടുത്ത വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പുകൾ എന്നത് മറ്റൊരു പ്രത്യേകത. ചൈനയുടെ ഭീഷണിയെ മറികടന്ന തായ്വാനിൽ മുൻ വൈസ് പ്രസിഡന്റ് വില്യം ലായ് പ്രസിഡന്റായത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന 4ാമതും പ്രധാനമന്ത്രിയായത് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലെത്തിയ വനിതാ നേതാവ് എന്ന റെക്കോർഡ് സൃഷ്ടിച്ചാണ്. ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയെ പ്രതീക്ഷിക്കുന്ന മെക്സിക്കോയിൽ ജൂൺ 2-നാണ് തെരഞ്ഞെടുപ്പ്. പാകിസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടിയെങ്കിലും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും കൂടെ മുന്നണിയുണ്ടാക്കി ഷഹബാസ് ഷെരീഫ് വീണ്ടും പ്രധാനമന്ത്രിയായി. 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ പാർലമെന്റിലേക്ക് ജൂണിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിന് പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പഴയ സാമ്രാജ്യത്വ ശക്തിയായിരുന്ന ബ്രിട്ടനിൽ ഈ വർഷം ഇന്ത്യൻ വംശജനായ ഋഷി സുനക് തെരഞ്ഞെടുപ്പിന്റെ അഗ്നിപരീക്ഷയെ നേരിടുന്നു. പട്ടാള വിപ്ലവം നടന്ന 8 ആഫ്രിക്കൻ രാജ്യങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ തെരഞ്ഞെടുപ്പ് ഈ വർഷമാണ്. ഇലക്ഷൻ ഡെസ്ക് 24. ഇവിടെ ഇർഷാദ് പോലോട്ട് പറയുകയാണ്, ഇന്ത്യ മുന്നണിക്ക് ചെറിയൊരു എഡ്ജ് കിട്ടിയാൽ നിതീഷ് ഇങ്ങോട്ട് ഒരു ഉറപ്പല്ലേ അല്ലേ എന്ന് പറഞ്ഞാൽ പൽത്തുകുമാർ എന്നൊരു വട്ടപ്പേരുണ്ട് നിതീഷ് കുമാറിനോട്. എന്ന് പറഞ്ഞാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചാടിക്കളിക്കുന്ന ആളെന്നുള്ളതാണ് പേര്. അപ്പൊ നിതീഷിനും ആ വിളിയിൽ വലിയ സങ്കടമുള്ള കാര്യം അതാണല്ലോ കയ്യിലിരിപ്പ്. അയാറാം ഗയാറാം അഥവാ നിതീഷ് കുമാർ അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് എവിടെ നിന്ന് കേട്ടു എന്ന് ചോദിച്ചാൽ, ഓ എന്നാ പറയാൻ, അത് കവലെന്ന് കേട്ടതാ എന്നാണ് പറയുന്നത്. നമ്മൾ പോകുന്നു കവലപ്രസംഗം. ഞങ്ങൾ ഇത്തവണ അവതരിപ്പിക്കുന്ന പുതുമുഖ താരം ഷിബു ബേബി ജോൺ. ഇന്ത്യ രാജ്യത്ത് ഈ പോരാട്ടം നടക്കുമ്പോൾ നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി, ദേശീയ ജനാധിപത്യ സഖ്യം നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞില്ലെങ്കിലും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്നാഗ്രഹിക്കുമ്പോൾ ഈ പോരാട്ടത്തിൽ CPM എവിടെ നിൽക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എവിടെ നിൽക്കുന്നു? പിന്നെ BJP പ്രചണ്ഡമായ പ്രചരണം നടത്തുന്നുണ്ട്. BJP പ്രചണ്ഡമായ പ്രചരണം എന്താണ്? 370 കിട്ടും, ഇപ്പം 400 ആക്കി. കഴിഞ്ഞ ദിവസം മോഡി പത്തനംതിട്ടയിൽ വന്നപ്പോൾ പറഞ്ഞ്, അതിൻ്റെ മുമ്പും പറഞ്ഞ്, ഈ 370ന്റെ കണക്കിൽ കേരളത്തിൽ നിന്ന് 10ഉം തമിഴ്നാട്ടിൽ നിന്ന് 20ഉമാണ്. അന്നേരം കണക്കെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ 370 പറയുന്നതാണ് ഈ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട്. ഞാനതല്ല പറയുന്നത്. അങ്ങനെ അഹങ്കാരത്തോടുകൂടി 370 കിട്ടുമെന്ന് പറയുന്നവര് എല്ലാ BJP ഓഫീസിന്റെ വാതിക്കൽ ഒരു ബോർഡുകൂടെ വെച്ചിട്ടുണ്ട്. എടുക്കാ ചരക്കുകൾ ഇവിടെ നിക്ഷേപിച്ചിട്ട് പോവുക, ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുന്ന ഒരു ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്. BJPയുടെ പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഇനിയും ഞങ്ങൾ കുറച്ച് സീറ്റ് ഒഴിച്ചിട്ടേക്കുന്നത് മറ്റ് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും വരാനുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങളുടെ പാർട്ടിക്കകത്ത് മണവും ഗുണമുള്ള ഒരുത്തം പോലും ഇല്ല, വേറെ ആരെങ്കിലും വരുന്നോ നോക്കുക എന്ന് പറഞ്ഞ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇത്രയും കാലം പറഞ്ഞല്ലോ, വകയ്ക്ക് കൊള്ളാവുന്ന ഒരാളിനെ നിങ്ങൾക്ക് BJPയിലേക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP പറയുന്നത് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ CPM കേരളത്തിൽ അനുവർത്തിക്കുന്ന നയമുണ്ടല്ലോ, അത് ഏറ്റവും അപകടകരമായ നയമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഹിന്ദു നാമധാരികളായിട്ടുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എല്ലാം ഒരു കുറിയിട്ട് പോയി കഴിഞ്ഞാൽ അവനെ സംഘീവൽക്കരിക്കുന്ന CPMന്റെ ഈ നിലപാട് അത് ആപൽക്കരമായ രാഷ്ട്രീയമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആരെക്കുറിച്ചൊക്കെ പറഞ്ഞു? ബഹുമാനായ ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞു, ഉദ്ഘാടകൻ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞു, K സുധാകരനെ കുറിച്ച് പറഞ്ഞു, NK പ്രേമേന്ദ്രനെ കുറിച്ച് പറഞ്ഞു. ആരൊക്കെ അവരെ എതിർക്കുന്നു, അവർ ഹിന്ദു നാമധാരിയാണെങ്കിൽ അവരെയൊക്കെ സംഘി എന്ന് പറയുന്ന CPMന്റെ വിചിത്രമായ കാഴ്ചപ്പാട്. വന്ന് ഒരു ഘട്ടത്തിൽ വന്ന് നമ്മുടെ നേതാക്കന്മാരുടെ ഉടുവസ്ത്രം ഉയർത്തി നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ കാവിയുണ്ട് എന്ന് പറഞ്ഞ് നടന്നവന്മാരില്ലേ ഇവര്?
നമുക്ക് തിരിച്ചു നോക്കാൻ വേണ്ടി ഇവനൊക്കെ അടിവസ്ത്രം ഇല്ലാതെ നടക്കുന്ന ഇതായതുകൊണ്ട് തന്നെ തിരിച്ചു നോക്കാനോ ഇത് ഏതാണെന്ന് അറിയാനുള്ള മാർഗം പോലുമില്ലല്ലോ. പക്ഷെ അവർ കളിക്കുന്ന രാഷ്ട്രീയം ആപത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, BJPയുടെ നേതൃത്വത്തിൽ ഒരു കലത്തിൽ വർഗീയതയുടെ കഞ്ഞി ഈ രാജ്യത്ത് വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും ആ കലമുടയ്ക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത്? ആ കഞ്ഞിയിൽ നിന്ന് 4 വറ്റ് എങ്ങനെയാലും ഞങ്ങൾക്ക് കിട്ടാമോ എന്ന് നോക്കുന്ന രാഷ്ട്രീയം മാത്രമല്ലേ പിണറായി വിജയന്റെ ഓരോ വിഷയത്തിലും. ഒരു വിവരം ഉള്ളത്, മാധ്യമപ്രവർത്തകരെ അവശ്യ സേവനത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പോസ്റ്റൽ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞാലേ അപ്പോൾ ഇത് ഇലക്ഷൻ അവർക്ക് അക്രഡിറ്റേഷൻ ഉള്ള മാധ്യമപ്രവർത്തകർക്കാണോ എന്ന കാര്യം ചട്ടം പ്രസിദ്ധീകരിക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും കുറെ പേർക്കെങ്കിലും ഈ തിരക്കിനിടയിൽ ആ ദിവസം നല്ല ഉറപ്പായി കുറെ പേർക്കെങ്കിലും വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടും. സമ്മതിദാനാവകാശം വിനിയോഗിക്കാം, തപാൽ വോട്ട് രേഖപ്പെടുത്താം. അല്ലെ? താങ്ക് യു ഇലക്ഷൻ കമ്മീഷൻ, താങ്ക് യു. അത് വളരെ നല്ല കാര്യമാണ്, സ്വാഗതാർഹമായ തീരുമാനമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.